അപ്പോഴും UDF-ന്റെ വനിതാ MLA-മാര് KK രമയും ഉമാ തോമസും ഇന്നലെ സംസാരിച്ചു. പക്ഷെ അത് ഇങ്ങനൊരു സംഭവത്തിൽ ഞങ്ങൾ അതിനെ അപലപിക്കുന്നു എന്ന് മാത്രമാണോ പറഞ്ഞത്? അതെ, അവർ പറഞ്ഞത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ പറഞ്ഞതിനെല്ലാം അവഗണിക്കുന്നു. അത്രയെങ്കിലും അവർ പറഞ്ഞല്ലോ. പിന്നെ അവർക്കൊക്കെ അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. അവര് അതിൽ കൂടുതൽ അവർ പറഞ്ഞാൽ ഇപ്പോൾ ഒരു പൊളിറ്റിക്കലായിട്ട് ടെൻസ്ഡായി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ പക്ഷേ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി, അതായത് ഇത് എതിർ സ്ഥാനാർത്ഥിക്ക് ദോഷകരമായി വരുന്നു എന്ന ഭീതിയിൽ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ആ സഹോദരിമാർ വല്ലാണ്ട് പാടുപെട്ടു. എനിക്കതിൽ വിരോധമൊന്നുമില്ല. ഞാൻ ഉമയും രമയും ഒക്കെ എന്റെ സ്വന്തം സഹോദരിമാരായിട്ട് കാണുന്നുള്ളൂ. അത് വെറുതെ ഒരു നാട്യത്തിന് വേണ്ടിയുള്ളതല്ല. അവരോടൊക്കെ എനിക്ക് യാതൊരു വെറുപ്പുമില്ല. അവരവരുടെ ശരിയാന്ന് തോന്നിയ ആശയത്തിന്റെ ഭാഗമായിട്ട് അവർ പ്രവർത്തിക്കുന്നു. എനിക്ക് ശരിയായത് ഇടതുപക്ഷ ആശയഗതികളാണ്. ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പൊ അതിൽ ഞാനെന്തിനാ അവരോട് വെറുക്കുന്നത്? പക്ഷേ ഇമാതിരി ഇത്രയും വൃത്തികെട്ട നുണ ഉൽപാദനം കണ്ടാൽ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പണ്ട് കഴിഞ്ഞതും ഇതൊക്കെ എടുത്ത് ബാലൻസ്ഡ് ആക്കാൻ ശ്രമിക്കുന്നത് വൃഥാവിലാണ്. അതെല്ലാം അപ്പോൾ നമുക്ക് പറഞ്ഞു പോകാം. പക്ഷെ ഇതൊരു സ്ഥാനാർത്ഥിക്കെതിരെ മനഃപൂർവ്വം ഓരോ ദിവസം ഓരോന്ന് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാൻ അവർക്കാർക്കും കഴിയുന്നില്ല. ഇന്നലെ അത് പറഞ്ഞ സമയത്ത് KK രമ പറയുകയുണ്ടായി, ആ പറച്ചില് പോലീസ് എന്ത് ചെയ്തു എന്നൊരു ചോദ്യമാണ്. അതായത് അതിനൊരു വിലയിരുത്തൽ വന്നത് ആഭ്യന്തര വകുപ്പിനെ പരോക്ഷമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാർ ഇത്രയും ദിവസം പരാതി കൊടുത്തിട്ടും ഒന്നും ചെയ്തില്ല എന്ന തരത്തിൽ അതിനെ ഒന്ന് വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമം നടന്നുല്ലേ? എന്താ ചെയ്യാ? അതായത് ഈ വൃത്തികേട് അത്രയും ഉണ്ടായിട്ട് ഇതൊന്നും ഈ പോസ്റ്റ് ചെയ്തവരുടെ കുറ്റമല്ല, പോലീസ് പിടിക്കാത്തതിന്റെ കുറ്റ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. വ്യക്തമായി ചില പേജുകൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഈ വൃത്തികേട് മുഴുവൻ പോസ്റ്റ് ചെയ്ത ആളുകൾ അവർ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അവർ ഈ നാട്ടിന്റെ ഏതോ ഭാഗത്തുണ്ടല്ലോ. അത് അവരുടെ കുറ്റേ അല്ല. എന്താ കുറ്റം? പോലീസ് പിടിക്കാത്ത കുറ്റാണ്. സൈബർ കേസുകളിൽ ഒരുപാട് കേസുകളിൽ കേരള പോലീസ് നടപടിയെടുത്തിട്ടുണ്ട്, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഒരു കേസ് കിട്ടിയ ഉടനെ തന്നെ ചാടിച്ചെന്ന് ഇത് നിങ്ങളാണെന്ന് ഉടനെ ഉറപ്പിച്ച് അവരെല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനല്ലല്ലോ നമ്മൾ പരാതി കൊടുക്കുന്നത്. വ്യക്തതയോടെ അന്വേഷണം നടത്തുക. ഇത് വളരെ സൂത്രവേലയായി ഈ നവമാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. അത് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിയും. അതിന്റെ അന്വേഷണം നടത്തുന്നുണ്ട്. പിന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പോലീസൊക്കെ ഏറെക്കുറെ ഇലക്ഷൻ കമ്മീഷണർ കൂടി നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. എല്ലാ പ്രദേശത്തും അങ്ങനെയാണ്. ഇലക്ഷൻ കമ്മീഷണറുടെ ഒരു ഓവറോൾ നിയന്ത്രണം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകും. അപ്പോൾ പോലീസ് അന്വേഷിക്കുക. അതുകൊണ്ട് ഈ പറഞ്ഞ ഈ നുണ ഫാക്ടറി പൂട്ടിക്കാൻ കഴിയാത്തത് കേരള പോലീസിന്റെ കുറ്റമാണ് എന്ന് പറയാൻ പറ്റുമോ? ഒരിടത്ത് നടപടി എടുക്കുമ്പം വേറൊരു പേരിൽ അപ്പുറത്ത് മുളച്ചു പൊന്തുമല്ലേ? ഈ സമൂഹത്തിൽ അതിന് എളുപ്പം സാധിക്കുമല്ലോ. അപ്പൊ അവരെന്താ അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവരൊന്നും യാതൊരു കുറ്റവും പറയുന്നില്ല.